ചെയ്യാനൊക്കത്തില്ല. ഞാൻ ചെയ്യത്തില്ല ഒരിക്കലും. എനിക്ക് ആരും ഇല്ലാതെ വന്നാലും ഞാൻ ആത്മഹത്യ ചെയ്തിട്ട് ഇവിടെ കിടന്നിട്ടാവും. അല്ലാതെ ആത്മഹത്യ ചെയ്യത്തില്ല ഞാൻ. രാവിലെ എന്താ എന്തോ എന്റെ ആരാണ്ടോട് ഭർത്താവിനൊക്കെ പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. എനിക്കെന്തോന്നും മനസ്സിലായില്ല. എന്നെ വിളിച്ചിട്ട് ആരോടാണെന്ന് അന്ന് പോകുമെന്ന് നേരൊക്കെ പറയുന്നത് കേട്ടായിരുന്നു. ആരോടാണ് വെച്ചം തോന്നി അവള് വെച്ച അമ്മയ്ക്ക് അവളെ അറിയത്തില്ല. അവളെ എന്നെ ഇതാക്കാൻ അതാ ഇവിടെ വന്ന് ഇവിടെ എന്തിനാ ആത്മഹത്യ ചെയ്യാൻ വരുന്നേ? ഇവിടെ വല്ലതാണ് പുറത്തു വല്ലതാണ് ഇത്. ഇവിടെ ഒത്തിരി കമ്പറകൾ ചെയ്തിട്ടുണ്ട്. അതാ ഇവള് പറയുന്നത് ഇങ്ങനൊക്കെ. ഇവിടെ സ്ത്രീകളുടെ കൂടെ പോകുന്നതിന് ഇവർക്ക് എന്തോ രോഗം ഇവർക്ക് ഇവിടെ കയറി എന്തൊക്കെയോ കാണിക്കണം. അതിനാണുള്ള രോഗം. ഇവിടെ ഒന്നും നടക്കത്തില്ല. ഇവിടെ വേലകളൊക്കെ ഇവളോട് പറ. ഇവിടെ മര്യാദ ജീവിക്കാൻ പറ. ഇവിടെ ഡ്രാമയൊന്നും ഇവിടെ വേണ്ട. അവിടെ ഡ്രാമയൊന്നും ഇങ്ങോട്ട് എടുക്കണ്ട. അവിടെ ഡ്രാമയൊന്നും അവർ കുറെ ഡ്രാമ എടുക്കാനായിട്ട് കൊത്തുമോളൊക്കെ പിടിച്ചുവെച്ചാക്കാനൊക്കെ കൊടുക്കാതെ കുറെ ഡ്രാമ ഉണ്ടാക്കി. ഇവിടെ ആരെങ്കിലും പറയുമോ ആത്മഹത്യ ചെയ്യുമെന്ന്? നീ ആരാണ് ഇവിടെ വന്ന് നമ്മുടെ വീടിന്റെ മുന്നിൽ ആത്മഹത്യ ചെയ്യാനത്? ഇവിടെ വേറെ പോകാൻ പറ. ഇവിടെ ഡ്രാമയും ഇങ്ങോട്ട് എടുക്കണ്ടെന്ന് പറയണം. ഇപ്പൊ ഡ്രാമയോട് ഇറങ്ങിയിരിക്കുകയാണ്. നിന്റെ മോള് എന്നെ കുറിച്ച് പറയുന്നത് കേട്ടോ. നമുക്ക് എന്നോട് ഇത്ര ഷോക്കേട്. നിന്റെ മോളെന്ന് പറഞ്ഞോണ്ട് പോലീസുകാരോടൊക്കെ ചാടുന്ന ചാട്ടം കാണോ അവള്. ഇത് കുറെ ഡ്രാമ ഉണ്ട് അവിടെ. അവിടെ ഇനി വരാൻ പറയാം ആത്മഹത്യ ചെയ്യുമ്പോൾ. ഞാൻ പോലീസിനെ ഇപ്പൊ തന്നെ വിളിക്കാം. എന്നെ പറയുന്നത് എന്തെങ്കിലും ഉണ്ടാവണം റെക്കോർഡ്. ഇവിടെ ഇനി വരട്ടെ. ഇവിടെ ഡ്രാമയും കൊണ്ട് ഇവിടെ ആത്മഹത്യ ചെയ്യാൻ ഇവിടെ ആരാ ഇവിടെ വരാന്? എന്റെ അച്ഛന്റെ വീട്ടിന്റെ മുന്നിൽ വരാൻ ഇവിടെ ആരാ? ഇവിടെ എന്തുവായി? എന്ത് വിചാരിച്ചോണ്ടാ ഇവിടെ കുറെ കള്ളത്തരങ്ങളൊന്നും നടക്കുക. ഇവിടെ ഒന്നും വേണ്ട. അവിടെ കുറ്റക്കാരുമായിട്ടൊക്കെ ഒക്കെയുണ്ട്. ഏത് നാട്ടുകാരാ ഇരിക്കുന്നത് പറയുന്നത് ഇവിടെ? ഇതൊക്കെ നാട്ടുകാർ ഏത് നാട്ടുകാരാണ് ഇവിടെ കോണ്ടാക്ട് ഉള്ളത്? നമ്മളധികം പല നാട്ടുകാരെ ഇവിടെ വിളിച്ച് കേൾക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഡ്രാമയൊന്നും ഇങ്ങോട്ട് വേണ്ട. ഇവിടെ നിങ്ങൾ പറയുന്നോന്നല്ല ഈ കുട്ടൻ ഇന്നലെ പറയുന്നത് കേട്ട്. അങ്ങനെ കൊടുത്ത് ഇങ്ങനെ കൊടുത്ത് എന്താ കൊടുക്കുന്ന ഇവിടെ വാങ്ങിച്ചിട്ടുള്ളത് എന്റെ വേണ്ട അവര് കൊടുക്കാന്ന് പറഞ്ഞാണ് ഇവിടെ വാങ്ങിച്ചിരുന്നത്. ഇന്നലെ വിളിച്ച് പറഞ്ഞു കേട്ടു. ഇവർക്ക് അമ്മ അറിയാത്ത അമ്മ കണ്ട് ഉറങ്ങും. ഇവർ പല കള്ളത്തരങ്ങൾ ഇവിടെ ഇരുന്ന് ഈ ഇലവെ ഫ്രണ്ട് കയറ്റി വെക്കുന്ന പോലെ പലരും ഇവിടെ കയറ്റി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതൊന്നും അറിയത്തില്ല. നിങ്ങൾ ശുദ്ധമായിട്ട് ഇരിക്കുക. എനിക്കറിയാതെ അമ്മ ഇവിടെ നിന്ന് ജീവി തന്നെ ഇരിക്കും. ഇവിടെ നടത്തുന്ന കോലാഹലങ്ങൾ നിങ്ങൾക്ക് അറിയത്തില്ല. എനിക്കറിയാം ഇവിടെ ഇവിടെ നല്ലൂക്കാരെ കിഴക്കൻ വീട്ടുകാരെ വിളിക്കാൻ വേണ്ടി അമ്മയ്ക്ക് അറിയത്തില്ല. വേണ്ടമേ അമ്മ കാണിച്ചു തരാം നിങ്ങളുടെ വേദനകളാ. ആ മരുമോളും അവളും കൂടെ കുത്തിയാണ് അവിടെ വിളിക്കുന്നതാ. ഇങ്ങനെ വിളിക്കും. ഇവിടെ പല സിഗ്നലാണ് ഇവർക്ക്. നിങ്ങൾക്ക് വല്ല അറിയാം ഇവിടെ വിളിക്കും. ആ പേര് ഇവിടെ വീടിന്റെ കിഴക്കേന് താഴെയുള്ളൊരു സരോജിനി എന്തുവാണോ പേര് എനിക്കറിയത്തില്ല. ഒരു മരുമോൾ എന്നിട്ട് അങ്ങോട്ട് ഇറങ്ങി പോവുക പിടിച്ചിടോ ചെയ്തല്ലോ അവളെ വിളിക്കാൻ വേണ്ടിയിട്ട്. എന്തെല്ലാം വഴി ഇവിടെ നടത്തുന്നതെന്ന് അറിയാവോ? അവിടെ ഇരുന്നോണ്ട് ഇവിടെ എന്നും പോകണ്ട. ഇവിടെ ആരാ മോളെന്നറിയാവോ? നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. ഇവിടെ ആത്മഹത്യ ഇവിടെ ആരാ ഇവിടെ എന്റെ അച്ഛൻ ഇവിടെ വല്ലവരുമാണ്. ഇവിടെ ഏതാണ്ട് കള്ളത്തരങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. നീ ആത്മഹത്യ നീ കെട്ടിത്തൂങ്ങി. നീ തോന്നാത്ത കാണിക്കുന്നു. നീ എന്നെ കെട്ടിത്തൂക്കാൻ നടന്നതാ. നീ പണ്ട് കുറെ വന്നതാ ഇവിടെ. നീ ആത്മഹത്യ ചെയ്ത് പോലും. നീ എന്തോ ഇവിടുത്തെ എന്റെ സ്വത്തെടുത്ത് കണ്ടവർക്ക് കൊടുക്കാം. നീ ആരായി? നീ പല ഡ്രാമയെ നീ കാണിച്ചു. നിന്നെ ഇവിടെ കേട്ടുവോ? നീ ഫ്രീഡ പറഞ്ഞോണ്ടോ? നീ എന്താ അവിടെ പോവാൻ? നീ ഡാമും നിന്റെ മോളെന്ന് നടക്കുന്നത്. നിനക്ക് വയസ്സാകാലത്ത് ആളോടെ നിന്നാ പോരായോ? വയസ്സാകാലത്ത് നിനക്ക് ആളെ കൂടെ നിന്നാ പോരായോ? നിനക്ക് എന്തോ രോഗം നിനക്കെന്നെ കാരണോ? രോഗം നിനക്ക് എന്തുവായി? നിന്റെ രോഗമൊക്കെ നിന്റെ കൈ വെച്ചേര്. നിന്റെ ഉദ്ദേശങ്ങളൊക്കെ എനിക്കറിയാം. നിന്റെ ഉദ്ദേശമൊന്നും ഞാൻ നടത്തത്തില്ല. നിന്റെ ഉദ്ദേശം നിന്റെ എല്ലാ ഉദ്ദേശങ്ങളും എനിക്ക് നല്ലപോലെ അറിയാവുന്ന നിന്നെ. നല്ല ശരിക്കും ഉദ്ദേശങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവള് പന്തളത്ത് ഞാൻ ആശുപത്രി ചിഹ്നത്തിനോട് മെഡിക്കൽ മിഷനോട് ചെന്നപ്പോഴത്തെ എനിക്ക് ആന്ധ്ര എന്നോടുള്ള വരവ് കാണണം. കുറെ അവളുമാരുണ്ട് എനിക്കെതിരെ. എന്നെ എങ്ങനെങ്കിലും വക വരുത്തിയിട്ട് റെഡിയാക്കാനായിട്ട് കുറെ അവളുമാരും അമ്മമാരും നടക്കുക വല്യത്തെ. നിങ്ങൾക്ക് അറിയത്തില്ല തോന്നുന്നു. നിങ്ങളോട് വല്യത്തുകാരെങ്ങനെയായിരുന്നോ പണ്ട്? നിങ്ങളോട് വലിയ സ്നേഹമായിരുന്നോ? എനിക്കറിയാം നിങ്ങളോട് ഒരു സ്നേഹം അവർക്ക് ആർക്കില്ലെന്ന്. നിങ്ങൾക്ക് വലിയ ചാവാനും നടക്കണ്ട വല്യത്തുകാരെ കുറിച്ച്. നിങ്ങളെ പറയുന്നതൊക്കെ എനിക്ക് നല്ലപോലെ അറിയാം. നിങ്ങളൊരു കറി എടുക്കുന്നതിന് ജനത കാണിക്കുന്ന മേടുകൾ നിങ്ങൾ കണ്ടിട്ടില്ല. നിങ്ങൾ കൂടുതൽ നിങ്ങളുടെ അനിയത്തിയെ കുറിച്ചൊന്നും പറയണ്ട. എനിക്കറിയാം. നിങ്ങൾ ഒരു കൊലയില് ഈ കൊലയിൽ ഇങ്ങനത്തെ വേറെ ഉണ്ടോന്നൊക്കെ ചോദിച്ചൊക്കെ ചില്ലറൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടുള്ളതാ. നിങ്ങൾ കൂടുതൽ അവരെയൊന്നും സ്നേഹിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് അറിയത്തില്ല സ്വഭാവം. മിണ്ടായിട്ടില്ല. ഇവിടെ ആരാ ഇവിടെ വന്ന് ആത്മഹത്യ ചെയ്യുന്നു? ഇവിടെ ആരാമ്മേ ഇവിടെ വന്ന് ആത്മഹത്യ ചെയ്യാൻ? ആത്മഹത്യ ചെയ്യുന്നു. നിനക്ക് എന്തുവാണോ? നീ അവിടെ കിടന്ന് ആത്മഹത്യ ചെയ്യുമോ? നീ എന്തുവാന്ന് വെച്ചാൽ ചെയ്തോളി. ഞങ്ങൾ വിളിച്ചോളാം. നിന്റെ വല്ല വിളിക്കുന്നു. നീ പോലെ അവകാശം വിടില്ല. പിന്നെ നീ എന്തോ ആത്മഹത്യ നിന്റെ കുഞ്ഞു വന്നിട്ട് ആത്മഹത്യ ചെയ്താലും ഞങ്ങൾക്കൊന്നുമില്ല. നീ വാ അപ്പൻ്റെ മോളെ നീ ആത്മഹത്യ എന്തുവാ
വാസ്തുവിന് പറഞ്ഞു ഏടാ നീ എന്തുവാ ഈ ആൾക്കാർ കാശൊക്കെ കൊടുത്ത് ഈ വല്ലവരെ വാങ്ങിച്ചോ ഏതാണ്ടൊക്കെ വയ്യാതെ കിടക്കുമോ ഇതൊക്കെ എന്റെ കയ്യിലുണ്ട് ആ റെക്കോർഡ് എന്റെ കിടപ്പുണ്ട് ആ റെക്കോർഡ് ഇവളെ ഏതാണ്ടൊക്കെ ഏറ്റിട്ടുണ്ട് അവനോട് ഈ വടക്കേലെ കുട്ടനോട് ഇവളെ ഏതാണ്ടൊക്കെ ഏറ്റിട്ടുണ്ട് അവൻ പറയുക ആരാണ്ട് വയ്യാതെ കിടക്കുക ഞാൻ അവിടെ ചെന്ന് പറയട്ടെ എന്തോ പറയുന്നത് എന്റെ വസ്തു പറയുന്നതാണോ രാജമ്മയാണോ എന്റെ വസ്തുവായിട്ടും അല്ലല്ല ഏതോ ഒക്കെ വയ്യാതെ അവന്റെ പേരെനിക്കില്ല എസ് എച്ച് അവന്റെ പേരെന്തായാലും എസ് എച്ച് അവന്റെ പേര് ഇവന് ഈ കുട്ടനെന്ന് പറഞ്ഞാലേ ഡ്രാമ എടുക്കുന്നത് ഫുള്ളേതാണ്ട് അവർ ഇവിടുത്തെ ആണെന്നുള്ള രീതിയിലേതാണ്ട് ഡ്രാമ എടുക്കുക അവർ ഇവിടുത്തെ ആരാ ഈ കുട്ടൻ എന്ന് പറയുന്നവൻ ഇവനെ അടിക്കണം ഇവനെ എന്നെ പിടിച്ചുകൊണ്ട് പോകണം ഇവൻ എന്റെ സ്വത്ത് തട്ടി എടുക്കാനായിട്ട് ഭയങ്കര വേലകളാണ് ഇവൻ ഒത്തിരി നീ ആത്മഹത്യ നീ വല്ലവരോടും വല്ല കാശ് വാങ്ങിച്ചിട്ട് കൊടുക്കണി പൈസ സഹിതം നീ ആവാൻ ചെയ്യേണ്ടത് നീ എന്നെ സ്വത്ത് പറയുമ്പോൾ അതിനൊന്നും നീ എടുക്കാൻ നോക്കണ്ട നീ വല്ലവരോടും കാശൊക്കെ വാങ്ങിച്ച് കൂട്ടാനിട്ടുണ്ടെങ്കിൽ നീ കൊടുക്ക് ഇത് പ്രളയ പണിക്കാരുടെ വസ്തു ഞാൻ എന്റെ അമ്മയെ ഞാനും അറിയാതെ എന്തുവാ നീ വല്ലതും ചെയ്യുമോ നീ ആരെയൊക്കെ കയറി എന്തൊക്കെ ചെയ്യാനും നിങ്ങൾക്കറിയാമല്ലോ കള്ളത്തരങ്ങളൊക്കെ ഇവിടെ മുതുകല്ലേ ഇവിടെ നിങ്ങളായിട്ട് തന്നെ അഭിനയിക്കും അത്ര ഇവിടെ കയറി എന്തൊക്കെ നിങ്ങൾ വന്നിട്ട് പോകാൻ വയ്യാതെ എന്റെ കിട്ടിയിട്ടുണ്ടോ എന്നെ കുറിച്ച് പറയുന്നത് എന്തായാലും കുറെ എണ്ണം എനിക്കെതിരെ ഉണ്ട് ഇവളും എനിക്കെതിരെ ഉള്ളതാണ് എന്നെ കിട്ടിയിട്ടുണ്ട് എല്ലാം കാണിച്ചു കൊടുക്കും കോടതി കൊടുത്ത ഇവിടെ രഹസ്യമായിട്ട് ഞാൻ പിടിക്കാനുള്ള രഹസ്യം ഇവിടെ ഇതൊക്കെ എന്തോ ഇത്ര രഹസ്യം നീ എന്തുവാടി ഇത്ര രഹസ്യം കൊണ്ട് നടക്കുന്നത് നീ നിന്റെ രഹസ്യം ഒന്നും ഇവിടെ വേണ്ട നിന്റെ രഹസ്യം നീ കുറെ കള്ളത്തരം കൊണ്ട് നടക്കുക നീ നോട്ടമൊക്കെ കാണുക തന്നെ നീ ഒത്തിരി പേരെ നീ അമ്മയ്ക്ക് അറിയാത്തില്ല ഇവിടെ ആത്മഹത്യ ഇവിടെ വരുമല്ലോ ഇവിടെ എന്തോ ഭീഷണി പെടുത്തുവാണോ നമ്മളെ എന്തോ ഭീഷണി പെടുത്തുവാണോ നമ്മളെ എന്തോ ഭീഷണി ഭീഷണി ഇവിടെ ആത്മഹത്യ വരും നമ്മുടെ വീടിന്റെ മുന്നിൽ വന്ന് ചെയ്താൽ എന്തുവാ ഇവിടെ വല്ലതും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടോ ഈ ആത്മഹത്യ എന്ത് വേണമെങ്കിലും കുറെ വേലയൊക്കെ ഇവിടെ വന്നിട്ട് നടത്തിയ നാട്ടുകാരുണ്ടല്ലോ ഇവിടെ വന്ന് നാട്ടുകാരെ പിടിക്കാതിരിക്കുകയായിരുന്നു ഇവിടെ ഇവിടെ ആരാണ് നാട്ടുകാരെ പിടിക്കാൻ കിട്ടേ നിങ്ങൾക്കൊന്നും അറിയില്ല നിങ്ങൾക്കില്ലാത്ത നാട്ടുകാരായി നിങ്ങൾക്ക് ഇവിടെ പറയുന്നൊക്കെയുണ്ട് നാട്ടുകാരെല്ലാം ദുഃഖിച്ചിരിക്കുന്നത് ഞാൻ പിടിച്ചിട്ടുണ്ട് ഏത് നാട്ടുകാരായി ഇരിപ്പുള്ളത് ഇവിടെ കൊള്ളാമല്ലോ ഇവിടെ നമുക്ക് നാട്ടുകാരില്ല ഇവർക്ക് നാട്ടുകാരോ എന്റെ നേരെ കുറെ നാട്ടുകാർ ഭീഷണിയായിട്ട് നടക്കുന്നത് ഇവിടെ ഇതെല്ലാം ഉണ്ടാക്കുന്നത് ഇവിടെ ഒറ്റ വ്യക്തി ഇവിടെ കുറെ ചെയ്യുന്നത് ഇവിടെ എനിക്ക് നല്ലപോലെ അറിയാം നിങ്ങൾ ഇവർക്ക് സപ്പോർട്ട് അടിക്കുന്നു എന്നെ കളിച്ചു കൊടുക്കണം നിങ്ങൾ അനിയത്തി സ്നേഹം കാരണം കൊള്ളാതെ നിങ്ങളുടെ മക്കളാണ് വലുത് കണ്ട അനിയത്തിയാണോ വലുത് അനിയത്തി 85 വയസ്സായി അവൾ പോകാറ് അമ്മയ്ക്കറിയാതെ 2 ലക്ഷം രൂപയൊന്നും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് അവരിവിടെ 4 വർഷം നിന്ന് അവരെ കയ്യിൽ നിന്നും വാങ്ങിച്ചിട്ടുണ്ട് ഇവിടെ നിന്നത് ഇവിടെ വന്ന് ഇവിടെ വെള്ളവും വെള്ളം നിർത്തുന്നു വേറെ നിൽക്കണമെങ്കിൽ കാശ് കൊടുക്കണം എന്നിട്ട് 25,000 രൂപ കൊടുത്തിട്ട് ഇവിടെ ഒന്നും നിൽക്കാതെ ഇവിടെ ഇങ്ങോട്ട് കാശ് വെക്കണം നമ്മൾ 4 വർഷം ഇവിടെ നിന്നത് ഇത് കൂടുതൽ ഭീഷണിയൊന്നും ഇങ്ങോട്ട് എടുക്കണ്ട ഇവിടെ ഭീഷണി ഇവരുടെ ഡ്രാമ ഈ കുട്ടനെന്ന് പറയുന്നത് ഇവിടുത്തെ ആരാണ് ഈ കുട്ടനെന്ന് പറയുന്നത് നമ്മളെ വസ്തു അടിച്ചെടുക്കാൻ പല പല ആളുകൾ ഇങ്ങനെ വന്നു പോകുന്ന ഇതാ നമ്മൾ എന്റെ വസ്തു അടിച്ചെടുക്കാനാ ഇതൊക്കെയാണ് എന്റെ വസ്തു അടിച്ചെടുക്കാൻ എനിക്ക് എന്നെ കിട്ടിയത് കണ്ട അണ്ണുക്കൊന്നും കൊടുക്കാനില്ല കണ്ട അണ്ണുക്കൊന്നും കൊടുക്കാനില്ല എന്റെ വസ്തു എനിക്ക് എന്റെ അച്ഛൻ തന്നത് കുറെ ഉണ്ട് ഡ്രാമ കഴിക്കുന്ന മതി ഡ്രാമയൊക്കെ കുറെ അമ്മാരും ഡ്രാമ എടുക്കുന്നത് അതെന്നെ ഭീഷണിപ്പെടുത്തുന്നു ആത്മഹത്യ ചെയ്യുന്നു നിന്റെ മോളെന്ന് പറഞ്ഞോട്ട് എന്തോ നിന്റെ മോക്ക് എന്താ നിങ്ങൾ ഒരു തലച്ചോട് നിന്റെ മോൾ നിങ്ങൾക്ക് താല്പര്യം പറയാം നീ എന്തോ എന്റെ മോളെ കുറിച്ച് പറയുന്നത് ചോദിക്കണം അവളെന്തോ ഇതെന്ന് ചോദിക്കാം അവൾ എന്റെ വീട്ടിലിരിക്കുന്നത് അവളെന്തോ ചെയ്യുന്നത് ചോദിച്ചു നിന്റെ മോള് ഇവർ പിന്നെ വിളിച്ചോണ്ട് ഇവർ കുറെ അഹങ്കാരം കൊണ്ട് പിന്നെ വന്നത് കണ്ടതുകൊണ്ട് പോലീസുകാരോട് ഇവർക്ക് അടിച്ചിരുന്നത് ഇവരെന്തോ അടിച്ചിരുന്നത് പോലീസുകാരോട് ഇവിടെ ഡ്രാമയൊന്നും ഇങ്ങോട്ട് വേണ്ട ഡ്രാമ കുറെ ഉണ്ട് ഇവിടെ കയ്യിൽ കള്ളത്തരങ്ങൾ ഈ കള്ളത്തരമൊന്നും നടത്തണ്ട ഇത് എനിക്ക് അവകാശപ്പെട്ടതാ കണ്ടവർക്കൊന്നും അവകാശപ്പെട്ടതല്ല ഒരു BJPക്ക് അവകാശപ്പെട്ടതല്ല ഒരു അവനും അവകാശപ്പെട്ടതല്ല നിങ്ങൾ എനിക്കല്ലേ എഴുതി തന്നത് നിങ്ങൾക്ക് വേറെ വല്ലതും ഉണ്ടോ 2 ഭാഗമായിട്ട് വീതിച്ച് ഓർമ്മ ഫ്രീലേക്ക് കൊണ്ട് ഞാൻ അവിടെ നിന്നൊന്നും കയറാൻ പോകുന്നില്ല നമുക്കറിയാമല്ലോ എന്താ സമാധാനം തരാത്ത കുറെ ഉള്ളവരും എന്താ നമ്മളൊക്കെ